ഈയിടെ ആശ്രമത്തിൽ ബന്ധപ്പെട്ട ഒരു സത്യാന്വേഷി പറഞ്ഞു അദ്ദേഹത്തിന് ശ്രീവിദ്യാ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കണമെന്നുണ്ട്. നമ്മൾ വളരെ നല്ല കാര്യമാണ്. അറിവിൻ്റെ മേഖലയിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആത്മീയ മണ്ഡലത്തിൽ ആത്മീയമായിരിക്കുന്ന ചിന്താധാരകളിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യമല്ല. വളരെ ശ്രേഷ്ഠമായി തീരുമാനമായി എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു തൻ്റെ തറവാട്ടിൽ, ആ പറയുന്ന വ്യക്തിയുടെ തറവാട്ടിൽ മലബാര സമ്പ്രദായത്തിലുള്ള മൂർത്തികളൊക്കെയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ, ഞാൻ ഈ ഒരു മലബാര സമ്പ്രദായത്തിൻ്റെ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി, അറിയുന്നതിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുമ്പോൾ കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു ശ്രീവിദ്യാ സാധകനെ കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, കൂടാതെ ഒത്തിരി ഫോളോവേഴ്സൊക്കെ അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് എൻ്റെ ഈ ആഗ്രഹം പറഞ്ഞു, മലബാരത്തിൽ ഈ ചാത്തനും മറ്റുള്ള ഉപാസന ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ മാന്യദേഹം പറഞ്ഞത്, ചാത്തൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭൗതിക വിദ്യ മാത്രമാണ്, പ്രത്യേകിച്ച് ആജ്ഞാചക്രം വരെ മാത്രമേ ഉള്ളൂ അതിൻ്റെ സാധനാ പദ്ധതി. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള കേവലമായ വിദ്യയെ ഞാൻ പഠിപ്പിക്കാറില്ല, അതായത് അദ്ദേഹം പഠിപ്പിക്കാറില്ല. നമ്മളിവിടെ ശ്രീവിദ്യയാണ് പഠിപ്പിക്കുന്നത്, അത് വളരെ പൂർണ്ണമാണ്. മറ്റതിന് മന്ത്രവാദവും കൂടോത്രമൊക്കെയാണ്, കാര്യസാധ്യത്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതൊക്കെയാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി എന്ന് ഈ ഒരു സത്യാന്വേഷി നമ്മോട് പറയുകയുണ്ടായി. അപ്പോൾ ഇത് അദ്ദേഹം മാത്രമാണോ പറഞ്ഞത്? അല്ല, പലരും പല രീതിയിൽ ഇത്തരത്തിൽ നമ്മോട് വിഷമതകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ വ്യക്തമായി ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആചാര്യന്മാർ, അവർ പറയുന്നത് ആത്മാർത്ഥത ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സംവാദത്തിന് തയ്യാറാണെന്ന് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വേറെ നമുക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അറിയാത്തൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അറിയില്ല എന്ന് പറയാനുള്ള ഏറ്റവും വലിയ ആ ഒരു ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറയുന്നത്. അതല്ലാതെ തൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റവൻ്റേത് മോശം എന്ന് പറയുമ്പോൾ അതത്ര നല്ലതല്ല. നമ്മുടെ ശ്രേഷ്ഠ എന്ന് പറയാം. ഇവിടെ അതാണ് ഉണ്ടാകുന്നത്. ശ്രീവിദ്യാ സമ്പ്രദായം മഹത്തരമാർന്നൊരു ഒരു പാരമ്പര്യം തന്നെയാണ്. ദശമഹാവിദ്യകളിൽ ഒന്ന് മാത്രമാണ് ത്രിപുരസുന്ദരി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റു 9 അവിടെ കിടക്കുന്നുണ്ട്. കാളിയും താരയും ധൂമാവതിയും ഭുവനേശ്വരിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കാണ്. അപ്പൊ അതിലൊന്നാണ് ഈ ചാത്തൻ സമ്പ്രദായം. അത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവണില്ല എന്നേ ഉള്ളൂ. കരിനീലി എന്ന് പറഞ്ഞാൽ നീല സരസ്വതി വിദ്യാദേവതയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഉപാസനാ പദ്ധതി മോശമാണ് എന്ന് പറയുമ്പോൾ എന്താ അതിൽ അർത്ഥമുള്ളത്? അപ്പൊ അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാം. എനിക്കറിയില്ല, അതല്ല, അത് ആജ്ഞാചക്രം വരെയൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കാം, ഇത് പറയുന്ന ആളുകളുടെ, അല്ല ഈ പറയുന്ന ആളുകൾ എവിടെ നിന്നാണ് മലബാര സമ്പ്രദായത്തെ പഠിച്ചത്? നിങ്ങളുടെ ഗുരു പരമ്പര ഏതാണ്? നിങ്ങളുടെ സമ്പ്രദായം ഏതാണ്? നിങ്ങളുടെ ഉൽപ്പം ഏതാണ്? നിങ്ങളുടെ തറവാട് ഏതാണ്? തറവാട് കാരണം ഈ അച്ഛനും അമ്മയുടെയും തറവാട് അതല്ല പറഞ്ഞു. ഇതിലൊക്കെ അങ്ങനത്തെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. തറവാടും മറ്റുള്ള കാര്യങ്ങളൊക്കെ, സമ്പ്രദായം ഉണ്ട്, സമ്പ്രദായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പറയൂ, എന്നിട്ട് പറയൂ നിങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് വായിച്ചോ സിനിമയിൽ നിന്ന് കണ്ടിട്ടോ അല്ല പറയേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ശ്രീവിദ്യാ സമ്പ്രദായം ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ പറയട്ടെ, ചാത്തനും മലബാര സമ്പ്രദായവും ഒക്കെ കൂടോത്രോ മന്ത്രവാദം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ ക്രിയാഭാഗം ചിലർ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ, അല്ലെങ്കിൽ അത്ര വായിച്ചിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ശ്രീചക്ര രചന, അതിൻ്റെ വർണ്ണങ്ങൾ, ശ്രീചക്രം വരയ്ക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന വർണ്ണപ്പൊടികളുടെ അടിസ്ഥാനത്തിൽ അത് വശ്യത്തിനും ശാന്തിക്കും സ്തംഭനത്തിനും മാരണത്തിനും ഒക്കെ ഉപയോഗിക്കാം എന്നുള്ള പ്രമാണങ്ങളില്ലേ? നിങ്ങൾക്കറിയുണ്ടാവുമല്ലോ. അപ്പോൾ ത്രിപുരസുന്ദരി ദുർദേവതയാണോ? മാന്ത്രിക കൽപ്പത്തിൽ ഈ പറയുന്ന സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നില്ലേ? കുലാർണവത്തിൽ കാര്യസാധ്യങ്ങൾക്കുള്ള പൂജാവിധാനങ്ങളെ കുറിച്ച് പറയുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ അളക്കുകയാണെങ്കിൽ ഈ സമ്പ്രദായം ശ്രീവിദ്യ എന്ന് പറയുന്നതും വളരെ താഴ്ത്തപ്പെടുകയല്ലേ ചെയ്യുക. പക്ഷെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം അങ്ങനെയല്ല എന്നുള്ളത്.
അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശ്രേഷ്ഠമാണ്. ഇതുപോലെ അനുഭവത്തിലൂടെ പറയണം, അല്ലാതെ അറിയില്ല എന്ന് പറയുന്നതാണ് നിങ്ങൾ ശ്രീവിദ്യയോടും ചെയ്യുന്ന മര്യാദ. അല്ലെങ്കിൽ ശ്രീവിദ്യ മാത്രമല്ല, ഏത് വൈദികന്മാര്, വൈഷ്ണവ സമ്പ്രദായക്കാർ എല്ലാവരും നമുക്ക് ഇതാ പറയുന്നത്, വേദാന്തികളോടൊക്കെ പറയാനുള്ളത് തന്നെയാണ്. അതാണ് മര്യാദ, അതാണ് മാന്യത. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഇതിന്റെ ഉത്കൃഷ്ടത എന്ന് വെറുതെ പറയല്ല. ഇതിൻ്റെതായ പ്രമാണങ്ങൾ, ഇതിൻ്റെതായ സാധനാ പദ്ധതികളുണ്ട്. അപ്പൊ ആജ്ഞാചക്രം വരെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ തോറ്റം ചൊല്ലുന്ന? അമ്മ പറഞ്ഞ പ്രകാരം അടിയൻ അടിവാരത്ത് വന്ന് 1 വിളിച്ച് 2 വിളിച്ച് 3 വിളിച്ച് 4 വിളിക്ക് ഇറങ്ങി വന്നു കൂടുന്ന 4-ാം മേടത്തിലെ ആചാരമായിരിക്കുന്ന ദൈവമൂർത്തികളും എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 1 വിളിച്ചു, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അഗ്നിമണ്ഡലത്തിൽ വിളിച്ചു, അല്ലെങ്കിൽ ഭൂർ, ഈ ഭൂമി ലോകത്തിൽ വിളിച്ചു. 2 വിളിച്ചു സൂര്യമണ്ഡലത്തിൽ വിളിച്ചു, ഭുവ. അടുത്തതോ 3 വിളിച്ച് സോമമണ്ഡലത്തിൽ വിളിച്ചു, സ്വഹ, സ്വർലോകം കടന്നു ഇല്ലേ? 4-ാം വിളി അത്യധിഷ്ഠ ദശാങ്കുലം എന്ന് പുരുഷ സൂക്തം പറയുന്ന ആ ഒരു ദ്വാദശാന്തവും കടന്ന് വിളിക്കുമ്പോഴേക്ക് എന്താണ്? ആ വിളിക്കുന്ന 4-ാം മേടത്തിൽ ആചാരമായി ദേവമൂർത്തികളും മന്ത്രമൂർത്തികളൊക്കെ അവിടെ സാന്നിധ്യമാകുന്നു എന്ന് പറയുമ്പോൾ അപ്പുറം കടന്നു. അപ്പോ കേവലം അഗ്നി സൂര്യ സോമ മാത്രമല്ല, അതിന്റെ അപ്പുറം കിടക്കാണ്. ആജ്ഞാചക്രം പോലും കടന്നു പോവുകയാണ്. കര്യാധാരം എന്നാ പറയാ ഈ സമ്പ്രദായം. ഈ കര്യാധാരം കടന്നു പോകില്ല, അവിടെ വരെ ഉള്ളൂ, ആജ്ഞ വരെ ഉള്ളൂ എന്ന് വേണം. നിങ്ങൾ അതുവരെ എത്തിയിട്ടുള്ളൂ എന്ന് പറയാം. ഇത് അപ്പുറം കടക്കണമെങ്കിൽ എന്ത് വേണം? ഈ സമ്പ്രദായ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. ഗുരുവിലേറ്റം ഗുരു ഏതേത് ഗുരുവിലാണ്? 7-ാം പരമ്പൊരുളും ചൊല്ലിത്തന്ന ഗുരുവാണ്. എന്റെ ഗുരു എനിക്ക് ചൊല്ലിത്തന്ന ഒരു ചൊല്ലും പെരുമയും പലജ വിട്ടിലും പോകാതെ പലനാമത്തും പോകാതെ എന്റെ തിരുനാമത്തിന്റെ കുടിയിരിക്കാൻ കാലമായിരിക്കുക ഗണപതേ നമസ്തേ നമസ്തേ എന്ന് പറയുമ്പോ 7-ാം പരമ്പൊരുൾ ചൊല്ലിത്തന്ന 6 അല്ല, 7-ാം പരമ്പൊരുൾ ചൊല്ലിത്തന്ന ഗുരു എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ 7-ാം പരമ്പൊരുൾ കിട്ടണമെങ്കിൽ ഈ സമ്പ്രദായത്തിൽ സഞ്ചരിക്കണം, അല്ലാണ്ട് മനസ്സിലാവില്ല. അല്ലാണ്ട് മനസ്സിലാവേണ്ടതിന് വിചാരം ചെയ്യാനും പറ്റില്ല. അങ്ങനെ വിചാരം ചെയ്താണ് ഈ സമ്പ്രദായത്തിന്റെ പരമ്പരാഗത അവകാശികൾ താഴ്ന്നവരാണെന്ന് കരുതിയത് ഇന്നും കരുതുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും അതിൽ പാണ്ഡിത്യത്തിന്റെ കുപ്പായിടുന്നതും മാത്രം. തർക്കിച്ചാൽ ശ്രീവിദ്യയേക്കാൾ അപ്പുറം കിടക്കും മലബാര സമ്പ്രദായം എന്ന് പറയേണ്ടി വരും നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഉയർച്ചയും താഴ്ചയും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈക്വലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് സാധാരണക്കാരനും ഇത് വഴങ്ങും, അത് വഴങ്ങില്ല. ഏത് സാധാരണക്കാരനും വഴങ്ങുന്ന പോലെയല്ല ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ നിലനിൽക്കുന്ന സ്ട്രക്ചർ. എന്നാൽ മലബാരം എന്ന് പറയുന്നത് ഏതൊരാൾക്കും വഴങ്ങും. അക്ഷരാഭ്യാസം ഇല്ലാത്തവനും മലബാര സമ്പ്രദായത്തിലൂടെ ശ്രീവിദ്യ പറയുന്ന തലത്തിലേക്ക് എത്താൻ പറ്റും. ഏത് ഭാഷക്കാരനും പറ്റും, കണ്ണ് കാണാത്തവനും പറ്റും, ചെവി കേൾക്കാത്തവനും പറ്റും, അങ്ങനെ ഏത് തലത്തിലുള്ളവനും പറ്റും. സാമാന്യ ആരോഗ്യം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് 4-ാം മേടത്തിൽ ആചാരമായിരിക്കുന്ന ദൈവമൂർത്തികളെ കാണാമെന്നും 7-ാം പരമ്പരകളാണെന്നും അഗ്നിസൂര്യ സോമമണ്ഡലങ്ങൾ കടന്നിട്ടുള്ളതാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കര്യാധാരം കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഇതുവരെ പറയുമല്ലോ, കരിങ്കുട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചാത്തം നിരീച്ചാൽ അത് പറയുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് 12 ചുവട് കടന്നു പോയാലാണ് ഭൈരവസ്ഥാനം വരുന്നത് മലബാരത്തിൽ. ഉച്ചി ഈ 12 ഓരോ വിരലോളം പോകുന്ന ചാത്തന്മാരാ. 12 ചാത്തന്മാര്, കുട്ടിച്ചാത്തന്മാരാ. ചാത്തൻ എന്നൊക്കെ പറയുമ്പോ ഇതിനെ കുറിച്ചൊരു ധാരണ ചെയ്യാത്തവര് വേറെ എന്തെങ്കിലും കരുതണ്ട. ചാത്തൻ എന്ന സ്വരൂപം ഭൈരവതന്ത്രം പറയുന്ന പോലെ തന്നെയാണ്, വിജ്ഞാന ഭൈരവതന്ത്രം പറയുന്ന പോലെ. ചാത്തൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഈ ഭീകര രൂപമൊന്നുമല്ല, അത് ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ജീവസ്പന്ദനമാണ്. അത് ഭൈരവതന്ത്രം പറയുന്നത് ഇപ്പൊ സാമാന്യന്റെ വ്യാവഹാരിക ലോകത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നാടിഞരമ്പിലും തെരഞ്ഞു നോക്ക എന്ന് പറഞ്ഞ നാടിഞരമ്പിൽ തെരയാൻ പറഞ്ഞ ആ ഒരു ചാത്തനാണ് തോറ്റത്തിൽ. അതെന്താണ്? ജീവസ്പന്ദനമാണ്. അപ്പൊ ആ ജീവസ്പന്ദനത്തെയാണ് നമ്മൾ ഇവിടെ കുട്ടിച്ചാത്തനാണ്. പ്രപഞ്ചത്തിന്റെ സ്പന്ദനോ അത് ചാത്ത സ്വരൂപമാണ്, പരമേശ്വര സ്വരൂപമാണ്. അപ്പൊ അതിന്റെ ഏറ്റവും സാമാന്യ ചെറുതായിട്ട് സർവ്വഭൂതേഷു കൂടാതെ കൃഷ്ണൻ പറയണ അത്രയും വളരെ ചെറുതായി നിൽക്കുന്ന ആ ജീവാത്മാവിന്റെ ആ കാര്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് 12 കുട്ടിച്ചാത്തന്മാരുടെ സ്വരൂപമായിട്ടായി ഉച്ചയ്ക്ക് വരെ എത്തുന്നത്. നിങ്ങൾ സഹസ്രാരം ഭൈന്ദവസ്ഥാനം എന്നൊക്കെ പറയും. അതിൽ നിന്നുണ്ടാകുന്ന അനുഭൂതി തലങ്ങൾ വ്യത്യസ്ത, നിങ്ങൾ പറയുന്ന രീതിയിലൊന്നും മനസ്സിലാക്കുന്നൊന്നല്ല. തലങ്ങൾ വളരെ വ്യത്യസ്തം തന്നെയാണ്, മനസ്സിലാക്കുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ കണ്ടതും കേട്ടതും അല്ല എന്ന് ഇത്തരം പണ്ഡിതന്മാര് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളെ സമീപിക്കുന്നതോട് വിദ്യാദേവതയോട് കാണിക്കുന്ന സാമാന്യ മര്യാദ, വൈദികനാവാം, താന്ത്രികനാവാം, അല്ല മറ്റു മതസ്ഥരാകാം. നമ്മൾ കേവലവൽക്കരിക്കുന്നത്. നമ്മൾ അറിഞ്ഞത് നിങ്ങൾ മറ്റേ കിളിച്ചുണ്ടൻ മാമ്പഴത്തില് മോഹൻലാല് പറഞ്ഞതുപോലെ ദുബായ് കണ്ടിട്ടുണ്ടോ ഇല്ല, അപ്പൊ ദുബായ് ഇല്ലേ എന്നൊരു ചോദ്യം ചോദിച്ച പോലെ നമുക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്.
നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രണ്ട് സമ്പ്രദായത്തെയും ഗുരുപരമ്പരയിലൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പറഞ്ഞത് ഏത് ഗെയിമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ല, മണ്ണിന്റെ മണമുള്ള ഈ സമ്പ്രദായം തന്നെയാണ്. പക്ഷെ എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നതും മറ്റതും അതിന് പ്രൊമോഷൻ കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ടും അതാണെന്ന് കരുതുകയാണ്. എന്നാൽ അതിനപ്പുറമാണിത്. ഇത് എന്തെങ്കിലും ഒരു കാലത്ത് മനുഷ്യർ തിരിച്ചറിയും. ആ തിരിച്ചറിയുന്ന കാലം എന്ന് വരുന്നു അന്ന് അവർ വിലയിരുത്തും എന്താണ് ഇതുവരെ അടിച്ചമർത്തപ്പെട്ടവരും അടിച്ചമർത്തിക്കൊണ്ടിരുന്നതെയും ഒരു വിശാലമായി മഹത്തരമാർന്ന ഉത്കൃഷ്ടമാർന്ന ഒരു ഭാരതീയമായ ഒരു സ്ഥാപന പാരമ്പര്യത്തിൽ ലോകത്തിൽ തന്നെ ഇന്ന് നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമാണ്. എല്ലാ രാജ്യങ്ങളിലും ഇതിന്റെ അംശങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന കാലത്താണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റെന്താന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇന്നും ഈ രാജ്യത്ത് ഒരു താഴ്ത്തപ്പെട്ടവർ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നത്, പരമ്പര തുടരുന്നതെന്ന്. എന്താണ് പാണ്ഡിത്യം നടിച്ചവരാണ് എല്ലാ കാലത്തും ഇവരെ ഒന്നും അല്ല എന്ന് പറഞ്ഞത്. പിന്നെയോ ഈ പാരമ്പര്യം പിൻപറ്റുന്നവരും ബാക്കി അവശേഷിച്ച് ആരൊക്കെയോ കഴിച്ചുപോയി അവശേഷിച്ച് അവർ ഉപേക്ഷിച്ച ഒരു എല്ലും കഷ്ണമോ അല്ലെങ്കിൽ ഒരു അപ്പക്കഷ്ണമോ മാത്രം കടിച്ച് അതാണ് ആ സമ്പ്രദായം എന്ന് കരുതുന്നവരുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ അതിന്റെ ഭൗതികമായിട്ട് ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ പറയുന്ന ഷഡ്കർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള ചില കർമ്മ പദ്ധതികൾ മാത്രം പിടിക്കുന്നവരുണ്ടായിരിക്കാം. അത് എല്ലാ സമ്പ്രദായത്തിലും ഉണ്ടല്ലോ, അത് ഇവിടെയും ഉണ്ടായിരിക്കും. എന്നാൽ അതാണെന്ന് കരുതരുത്, ഇത് അപ്പുറമാണ്. ആ അപ്പുറമുള്ളതിലേക്ക് കടക്കാൻ ഓരോരുത്തർക്കും കഴിയുകയും അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ നാട്ടില് ആത്മീയ മേഖലയിൽ ഭൗതിക മേഖലയിൽ ഉണ്ടാവണമെങ്കിൽ ആത്മീയത ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏഴാകാശത്തിന്റെ അപ്പുറത്തുനിന്നല്ല ഒരു ദൈവം വരാൻ പോകുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് ദൈവം ഉണ്ടാകേണ്ടത്. ആ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് ആ അനുഗ്രഹം നമ്മളിൽ തന്നെ ഉണ്ടാകണമെന്നും നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും മനസ്സിലാക്കുമ്പോൾ അവർക്ക് ജീവിതത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാവും. അതല്ലാത്തവൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഏഴാകാശത്തിന്റെ അപ്പുറത്തുള്ള ദൈവം ഒരു ദിവസം കുതിരപ്പുറത്ത് വാളുവേന്തി വരും എന്നുള്ള രീതിയില്ല, അല്ലെങ്കിൽ ദൈവപുത്രന്മാർ ഇനിയും അവതരിക്കാനുണ്ട് എന്നുള്ള ധാരണയില്ല. അതല്ല എന്ന് ബോധ്യം പറയുന്നതാണ് ഈ സാധനം. അപ്പൊ ആത്മീയമായ ഉന്നതി സാധ്യമായി കഴിഞ്ഞാൽ ഭൗതികമായ ഉന്നതി സാധ്യമാണ്. ഭൗതികമായ ഉന്നതി ഉള്ളത് കൊണ്ട് മാത്രം ആത്മീയമായിട്ട് നമുക്ക് മാനസിക സന്തോഷം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ലല്ലോ സമൂഹത്തിൽ കാണുന്നത്. എത്ര കാശുണ്ടെങ്കിലും സന്തോഷമില്ലാണ്ട് അലയുന്നത് കാണുന്നില്ലേ? എന്നാലോ ഒരു സമ്പത്തും ഇല്ലെങ്കിലും ആ ഒരു ആത്മീയതയിൽ ആനന്ദിച്ച് രമിച്ചിരിക്കുന്ന യോഗീവര്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഭൗതികമായതിൽ അഭിരമിക്കുന്നവരെ സംബന്ധിച്ച് ഭൗതികത ഉണ്ടെങ്കിൽ മാത്രമേ അവന് സുഖം ഉണ്ടാവുള്ളൂ. എന്നാൽ ആ സുഖം പൂർണ്ണമല്ല. കാരണം കിട്ടിയതൊന്നും പോരാറേ. വിശപ്പ് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ അപ്പൊ തൽക്കാലത്തിൽ നമുക്ക് മാറി അറിയും. മറ്റുള്ളത് അങ്ങനെയല്ല. എത്ര കിട്ടിയാലും കുഴപ്പമുണ്ടാവില്ല. എന്റെ തലമുറ എന്റെ പിന്നത്തെ തലമുറ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതൊക്കെ കോട്ടകുത്തളം കെട്ടി വെച്ചിരിക്കുക. ഇവിടെ മറ്റുള്ളവൻ പട്ടിണി കിടക്കുക. അതുകൊണ്ട് അതിലെത്തിയില്ല. അപ്പൊ ആത്മീയത അങ്ങനെയല്ല. നമുക്ക് എന്താണ് അനുഭൂതി തലം, അതിന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വേണ്ടതാണ്. അതിൽ തന്നെ നമുക്ക് ആനന്ദമുണ്ട്. അതന്നെ നമുക്കല്ല. മറ്റുള്ളവരൊന്നും നമ്മൾ ഭ്രമിക്കുന്നില്ല. എന്നാലോ നമ്മൾ അതിന്റെ മനസ്സിലായിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി എല്ലാം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഉണ്ടാക്കേണ്ടത് നമ്മൾ വേറെ ആരുമല്ല. വേറെ ആരല്ല. തോട് വളർന്നിട്ടോ ദൈവം വന്നിട്ടൊന്നും തരാനൊന്നും പോകുന്നില്ല. നമ്മൾ ഉണ്ടാക്കണം. ദൈവത്തിന്റെ കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടൊരു പ്രൊഡക്റ്റാണ് നമ്മളെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ തന്നെയാണ് ദൈവം ഇരിക്കുന്നു, ദേവതകൾ ഇരിക്കുന്നതൊക്കെ, നമ്മൾ ഈശ്വരൻ ഇരിക്കുന്നതൊക്കെ നമുക്ക് ബോധ്യമാവും. ആ ബോധ്യതയാണ് ഈ സാധന. അത് കേവലം എന്തെങ്കിലും മന്ത്രം ജപിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന രീതി പോലുമല്ല. ഒരു യോഗ പദ്ധതികൾ, കർമ്മ പദ്ധതികൾ, മന്ത്ര പദ്ധതികൾ എല്ലാം ഉണ്ട് ഈ സമ്പ്രദായത്തിൽ. അതുകൊണ്ടാ പറഞ്ഞത് ഇതിനെ തരം താഴ്ത്തും ഇനിയെങ്കിലും മനസ്സിലാക്കുക. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഈ ആജ്ഞാചക്രം വരെ, അതായത് കരിയാധാരം വരെ, മലബാരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ആദിമാർഗിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കരിയാധാരം വരെ മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് 12 ചെറിയ കുട്ടിച്ചാത്തന്മാർ, ഒരു വിരലോളം പോകുന്ന കുട്ടിച്ചാത്തന്മാര് ഉണ്ട്. അത് പൂർണ്ണത എത്തുന്നത് 12 ദ്വാദശാന്തത്തിലാണ്. അതിന്റെ അപ്പുറവും കടന്നു നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി സമ്പ്രദായം പറയുമ്പോൾ സാമ്പ്രദായിക പരമ്പരയിൽ നിന്നും മനസ്സിലായിക്കൊണ്ട് മാത്രം പറയാം. അത് ശുദ്ധവേദാന്തികളായാലും ആരായാലും ശരി പറയാം. എന്നിട്ട് ചാത്തൻ സേവ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ അതെന്തോ ഒരു കോഴി ആടും കള്ളൊക്കെ പാടയാന്ന് കരുതുകയാണെങ്കിൽ അത് നിങ്ങളുടെ പോരായ്മയാണ്, ഈ സമ്പ്രദായത്തിന്റെ പോരായ്മയല്ല. സമ്പ്രദായത്തിന്റെ പോരായ്മയല്ല. ഈ സമ്പ്രദായം ഉത്കൃഷ്ടമാണ്. അത് ദശമഹാവിദ്യയിൽ പറയപ്പെട്ട ഒരു മഹാവിദ്യ ആയതുകൊണ്ട് തന്നെ അത് ശ്രീവിദ്യയാണ്, ബ്രഹ്മവിദ്യയാണ്, നല്ല പഠിപ്പാണ്. ഏതൊരാൾക്കും ഒരു സാധനാമാർഗത്തിൽ ഏതിൽ പോകാം, ഏറ്റവും സിമ്പിളായി പോവുകയും എന്നാൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടും സങ്കീർണമായിട്ടുള്ള അനുഭവത്തെയും ഒക്കെ എനിക്ക് നൽകുന്ന ഒരു പദ്ധതി ഉണ്ടോ ചോദിച്ചാൽ നിസ്സംശയം പറയാൻ നമുക്കാകും. അത് ആദിമാർഗ മലവാര പദ്ധതിയാണ്. അത് മണ്ണിന്റെ മണമുള്ള ഏതൊരു മനുഷ്യനും സ്വീകാര്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിനപ്പുറം ഒരു പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ അതിന് ഓരോരുത്തർക്കും അതിന് അധികാരി ഭേദം പറഞ്ഞിരിക്കുന്നത്. അധികാരി ഭേദമില്ല, മതഭേദമില്ല, ലിംഗഭേദമില്ല എന്നുള്ളത് ഇതിന്റെ പാരമ്പര്യം നമ്മളെ കാണിച്ചു തരുന്നു. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പറയുക. അറിയാത്തതിന് അറിവുള്ളവന്റെ നല്ലൊരു മറുപടിയാണ് എനിക്കറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ട ആ വ്യക്തിയോടും പറഞ്ഞത് ഈ മറുപടിയാണ്. അത് നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു. ഈ സമ്പ്രദായം ഉത്കൃഷ്ടമാണ്, കേവലം പൂജാ പദ്ധതിയാണെന്ന് കരുതരുത്. അറിയില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക. അറിയാനുള്ള മാർഗങ്ങളുണ്ട്. ഇവിടെയൊക്കെ സൗജന്യമായിട്ടുള്ള കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ ബേസിക് കോഴ്സും അഡ്വാൻസ് കോഴ്സും ഒക്കെ ആയിട്ട് പല രീതിയിലുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഉറപ്പായും പറയും എന്താണ്
ഇത് ഉത്കൃഷ്ടമായ ഒരു പദ്ധതിയാണ്, കേവലമല്ല എന്നുള്ളത്. അതുകൊണ്ട് ഉത്കൃഷ്ടമായ പദ്ധതി നിലനിർത്തേണ്ടത് നമ്മൾ എല്ലാവരുടെയും ആവശ്യം. ഇതൊക്കെ മണ്ണിന്റെ മണമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അതിന്റെ യോഗ പദ്ധതികളൊക്കെ ഇവിടെ നിലനിൽക്കണല്ലേ. അപ്പൊ അതിന് ഓരോരുത്തർക്കും തോന്നട്ടെ. ആ തോന്നിക്കൊണ്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സമ്പ്രദായം പൂർണ്ണമാണ്. അല്ലെങ്കിൽ കേവലം നമ്മൾ അരിയും തിരിയും കള്ളും കോഴിയും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടേ നമുക്ക് തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് കാര്യം ഉണ്ടാവണേ, ഇത്രയും കാലം ചെയ്തിട്ട് നമുക്ക് കാര്യം ഉണ്ടാവണ്ടേ? സമൂഹത്തിൽ മറ്റുള്ളവർക്കൊപ്പം മറ്റു ആചാര്യന്മാർക്കൊപ്പം നിങ്ങൾ ശോഭിക്കപ്പെടേണ്ടേ? ഉണ്ടായോ? നിങ്ങളുടെ പരമ്പര ശോഭിക്കപ്പെട്ടോ? എന്തുകൊണ്ടാ? ആത്മീയ പദ്ധതി നിങ്ങൾക്ക് എവിടെയോ നഷ്ടമായിട്ടുണ്ട്. ജഡമുണ്ട് എന്നാൽ ജീവനില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന കർമ്മമുണ്ട്, പക്ഷെ എന്താണ്? അതിന് ആത്മബോധമില്ല, അതിന് ആത്മീയതയില്ല, അതിന് ആത്മദർശനമില്ല. അതില്ലായിട്ടല്ല, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പുറന്തള്ളപ്പെട്ടു, ഇനിയും പുറന്തള്ളപ്പെടും. അത് മാറണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഇപ്പോൾ കൊണ്ടുനടക്കുന്ന ജഡമായിരിക്കുന്ന ആചാര അനുഷ്ഠാന കർമ്മ പദ്ധതികൾക്ക് ജീവൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ജീവനെ കൂടി സ്വാംശീകരിക്കുക. ആ ജീവനെ സ്വാംശീകരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിദ്യ പൂർണ്ണമാകും. അതല്ലാത്തപ്പോൾ നിങ്ങൾ എവിടെയും ശോഭിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. എതിർത്ത് പറയാനോ അല്ലെങ്കിൽ വിവരിച്ചു കൊടുക്കാനോ അതിനെ കാണിച്ചു കൊടുക്കാനോ പറ്റില്ല. അത് പറ്റണമെങ്കിൽ ഈ സമ്പ്രദായം ഓരോരുത്തരും, ചാത്തനോ നീലിയോ എന്ത് സമ്പ്രദായം ആവട്ടെ, മുത്തപ്പനോ, ഏത് രീതിയിൽ പോകുകയാണെന്ന് വെച്ചാൽ പൂർണ്ണമായി കൊണ്ട് അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുക. അതൊരു കാലത്ത് പറഞ്ഞു തന്നില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞു തരുന്ന സമയത്തൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ പറഞ്ഞു തന്നോ എനിക്ക് വേണ്ട, ഞാൻ അല്ലെങ്കിൽ തന്നെ കേമനാണെന്ന് കരുതുന്നതാണ് പ്രശ്നം. അറിവ് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ. മറ്റുള്ളവർക്ക് ഒപ്പം എത്തണമെങ്കിൽ നമ്മൾ ഓടുക തന്നെ വേണം. അവിടെ നിന്നോടത്തുന്നാൽ മറ്റവന്റെ ഒപ്പം എത്തില്ല. അതവൻ ഓടി ഇവിടെ എത്തും, പക്ഷെ അവൻ ആദ്യം ഓടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഒപ്പം എത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അവന്റെ കൂടെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന്റെ ഒപ്പം നിങ്ങൾ എത്തും. കാരണം അവന്റെ ഓട്ടം ഒക്കെ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അതിലെ ശക്തമായി ഓടാൻ കഴിയും. അതിന് നിങ്ങൾക്കാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ വിഷയം പറയുന്നത്. തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ സമ്പ്രദായത്തെ തള്ളിക്കളയുന്ന സമ്പ്രദായത്തിലുള്ള പല ആളുകളും എനിക്ക് ശ്രീവിദ്യ വേണം, എനിക്ക് അല്ലെങ്കിൽ ബകളാമുഖി വേണം, ഭുവനേശ്വരി വേണം എന്നൊക്കെ പറഞ്ഞ് വരും. അല്ലെങ്കിൽ എനിക്ക് അഗ്നിഹോത്രം പഠിക്കണം, വേദം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കാണുമ്പോൾ നമ്മൾ വേണ്ടാന്ന് ആരോടും പറയാറില്ല. ഏത് വേണമെങ്കിലും നമുക്കറിയുന്ന പോലെ നമ്മൾ പ്രദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ സ്വന്തം പാരമ്പര്യത്തിന്റെ മഹത്വം മനസ്സിലായിക്കൊണ്ട് ഇത് മതി എന്ന് പറയാൻ കഴിയാത്തതിന്റെ കാരണം ഇതിന്റെ മഹത്വം അറിയുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഈ പ്രചരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ആകൃഷ്ടരാണ്. ആ ആകർഷണം ഉണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പൂവിലെ തേനിലെ എല്ലാതും ശുദ്ധമാണെന്ന് കരുതുന്ന വിഷം അടിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ അത് മനസ്സിലായിക്കൊണ്ട് പോവുക. സ്വന്തം പാരമ്പര്യത്തിലാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സിദ്ധി, അതെച്ചാൽ സിദ്ധി എന്ന് പറഞ്ഞാൽ വേണമെന്നില്ല, നിങ്ങൾക്ക് അതിന്റെ അനുഭവ തലത്തിലേക്ക് എത്താൻ പെട്ടെന്ന് പറ്റും. അതിനാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീരി അമ്മയും മുത്തിവെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാനമക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ. ഹരി നമ ചണ്ടാള രൂപായ കുലുകൃഷി പാതക പൂജയാമി. ചണ്ടാളാഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.